ഇന്ത്യയും UAEയും തമ്മിൽ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഒപ്പുവച്ചതിന് ശേഷമുള്ള പുരോഗതി വിലയിരുത്താൻ UAE സാമ്പത്തിക മന്ത്രാലയം സർവേ നടത്തുന്നു. കരാറിന്റെ ഗുണഭോക്താക്കളിൽ നിന്നാണ് അഭിപ്രായം തേടുക. ഇന്ത്യയും UAEയും സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവച്ചതിന് ശേഷമുള്ള പുരോഗതി വിലയിരുത്താൻ സർവേക്ക് തയ്യാറെടുക്കുകയാണ് UAE. സാമ്പത്തിക മന്ത്രാലയമാണ് സർവേ നടത്തുന്നത്. കരാറിന്റെ ഗുണങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും ലഭിച്ച കയറ്റുമതിക്കാർ, വ്യവസായികൾ, നിക്ഷേപകർ, സംരംഭകർ തുടങ്ങിയവരിൽ നിന്നാണ് സ്ഥിതിവിവരക്കണക്കുകളും അഭിപ്രായവും ശേഖരിക്കുക. ഇറക്കുമതിയിലും കയറ്റുമതിയിലും ഉണ്ടായ മാറ്റങ്ങൾ, നിക്ഷേപങ്ങളുടെ ഒഴുക്ക്, ബിസിനസ്സിലെ പുതിയ പങ്കാളിത്തം, തൊഴിലവസരങ്ങൾ, കസ്റ്റംസ് തീരുവയിലെ ഇളവ്, വിലയിലെ മാറ്റങ്ങൾ, നടപടിക്രമങ്ങളുടെ വേഗം, കാലതാമസം, വിതരണ ശൃംഖലയുടെ കാര്യക്ഷമത, നവീകരണം, മത്സരം, തടസ്സം എന്നിങ്ങനെ വ്യത്യസ്ത ഘടകങ്ങളിലൂന്നിയായിരിക്കും സർവേ. സെബാ കരാർ കൊണ്ടുണ്ടായ നേട്ടങ്ങളും വെല്ലുവിളികളും മനസ്സിലാക്കി ഭാവി വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സർവേ ഫലം ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർവേ വിവരങ്ങൾ ഇന്ത്യയ്ക്കും കൈമാറും. ജൂൺ 15 വരെ സാമ്പത്തിക മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലൂടെ അഭിപ്രായം രേഖപ്പെടുത്താമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ത്യയും UAEയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 2022 ഫെബ്രുവരി 18 ഒപ്പുവെച്ച സെബാ കരാർ 2022 മെയ് 1 പ്രാബല്യത്തിൽ വന്നത്. ന്യൂസ് 18 UAE. മലയാളം മിഷൻ ക്ലബ്ബുകളുടെ ആഗോളതല ഉദ്ഘാടനം മെയ് 12 UAEയിൽ നടക്കും. രാവിലെ 8 മണിക്ക് അജ്മാൻ ചാപ്റ്ററിന് കീഴിലുള്ള ഹാബിറ്റാറ്റ് ഇന്ത്യൻ സ്കൂളിലാണ് പരിപാടി. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. മുരുകൻ കാട്ടാക്കട ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കേരള സർക്കാരിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് സാംസ്കാരിക വകുപ്പ് വിദേശത്തെ ഇന്ത്യൻ സ്കൂളുകളിൽ മലയാളം മിഷൻ ക്ലബ്ബുകൾ രൂപീകരിക്കുന്നത്. പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് ലോകത്തിലെ ആദ്യത്തെ മലയാളം മിഷൻ ക്ലബ്ബ് രൂപീകരിക്കുന്നതിന് ഹാബിറ്റാറ്റ്സ് സ്കൂൾ തെരഞ്ഞെടുത്തത്. ഏറ്റവും കൂടുതൽ രാജ്യക്കാർ പങ്കെടുക്കുന്ന യോഗ ഈ മാസം 13 ദുബായിൽ നടക്കും. ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് ലക്ഷ്യം. 13 വൈകിട്ട് 4 സബീൽ പാക്കിലെ ഫ്രെയിം ആംഫി തിയേറ്ററിലാണ് യോഗ നടക്കുക. ദുബായ് സ്പോർട്സ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. ലഹരി മരുന്ന് കടത്താൻ ശ്രമിച്ച സംഘം അബുദാബി പോലീസിന്റെ പിടിയിലായി. ഉണക്കിയ ആപ്രിക്കോട്ട് പഴങ്ങൾ നിറച്ച പെട്ടിയിലാണ് 2.25 ദശലക്ഷം ക്യാപ്റ്റഗൺ ഗുളികൾ കടത്താൻ ശ്രമിച്ചത്. UAEയിലും അയൽ രാജ്യങ്ങളിലും വിൽക്കാനാണ് ലഹരി മരുന്നുകൾ എത്തിച്ചതെന്ന് പ്രതികൾ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കി. കണ്ണീരണിഞ്ഞ താനൂർ. താനൂരിൽ അപകടത്തിൽപ്പെട്ട ബോട്ടിന്റെ ഉടമ നാസർ പോലീസ് പിടിയിലായി. കോഴിക്കോട് വെച്ചാണ് മലപ്പുറം SP-യുടെ പ്രത്യേക സംഘം നാസറിനെ പിടികൂടിയത്. CV അനുമോദിന്റെ റിപ്പോർട്ട്. 22 പേരുടെ ജീവനെടുത്ത താനൂരിലെ ബോട്ട് ദുരന്തമുണ്ടായി 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് ഈ ബോട്ടുടമയെ, ഈ കേസിലെ പ്രധാന പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചു എന്നത് വലിയ ഒരു നേട്ടമായിട്ട് തന്നെയാണ് പോലീസ് കാണുന്നത്. കോഴിക്കോട് വെച്ചാണ് നാസറിനെ പോലീസ് പിടികൂടിയത്. ഇയാൾ വിദേശത്തേക്ക് കടന്നു കളയാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതിനുവേണ്ട മുന്നൊരുക്കങ്ങളും ഇയാൾ നടത്തിയിരുന്നു. പക്ഷേ പോലീസ് ഒരു മുഴം നീട്ടിയെറിഞ്ഞു എന്ന് പറയുന്ന പോലെ ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ കോയമ്പത്തൂർ, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് വിമാനത്താവളങ്ങളിൽ വഴി ഇയാൾ കടന്നു കളയാനുള്ള ശ്രമമുണ്ടെന്ന് മനസ്സിലാക്കി അവിടെയെല്ലാം നോട്ടീസ് നൽകുകയും അത്തരത്തിൽ ഒരു നീക്കം നടത്തുകയും ചെയ്തു. തുടർന്ന് ഇയാളുടെ സഹോദരനെ കൊച്ചിയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തതോടെ ഇയാളിലേക്കുള്ള വഴി പോലീസിന് വളരെ ക്ലിയർ ആവുന്ന ഒരു സാഹചര്യമായിരുന്നു. തുടർന്ന് ഏറെ വൈകാതെ തന്നെ കോഴിക്കോട് വെച്ച് നാസറിനെ മലപ്പുറം SP-യുടെ പ്രത്യേക സംഘം പിടികൂടുകയായിരുന്നു. നിലവിൽ ഇയാൾ കോഴിക്കോട് തന്നെയാണുള്ളത്. കേസ് നടക്കുന്ന താനൂരിലേക്കോ അനുബന്ധ സ്റ്റേഷനായ തിരൂരിലേക്കോ ഇയാളെ കൊണ്ടുവരാനുള്ള സാധ്യത വളരെ ചുരുക്കമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ജനരോഷം ഭയന്ന് അല്ലെങ്കിൽ ജനരോഷം കാരണം ഇയാളെ ഈ മേഖലയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരികയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ ആയിരിക്കും ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയും മലപ്പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന നടപടികൾ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള നാസറിന് ഈ ഒരു സംഭവം ഉണ്ടായി 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് പിടികൂടാൻ സാധിച്ചു എന്നത് പോലീസിനെ സംബന്ധിച്ച് ഈ ഒരു കേസിന്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടം തന്നെയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണത്തിന് പുറമെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണവും അതിനുള്ള ടീമിനെയും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി നിശ്ചയിച്ചിട്ടുണ്ട്. താനൂർ DYSP
ബി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഈ ഒരു കേസ് അന്വേഷിക്കുക. എന്നാണെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഈ ഒരു നാസറിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടി ഈ കേസിന്റെ കാര്യത്തിൽ വലിയ ഒരു നേട്ടമായിട്ട് തന്നെ വേണം കാണാൻ. ഇന്നലെ വൈകിട്ടാണ് സംസ്ഥാനത്തെ നടുക്കിയ ബോട്ട് ദുരന്തം. മലപ്പുറം താനൂരിന് സമീപം തൂവൽ തീരത്തായിരുന്നു കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ 22 പേരുടെ ജീവനെടുത്ത അപകടമുണ്ടായത്. 4 ഭാഗവും ചില്ലുകൊണ്ട് മൂടിയ ബോട്ട് വെട്ടിപ്പൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത്. അവധിക്കാലമാണ്. ഞായറാഴ്ച ദിവസമായിരുന്നു. തൂവൽ തീരത്ത് സന്ദർശകർ നിരവധിയായിരുന്നു ഇന്നലെ. നേരം ഇരുട്ടി തുടങ്ങിയപ്പോൾ ആളുകളെ കുത്തി നിറച്ച് ഇന്നലത്തെ ലാസ്റ്റ് സർവീസിനായി അറ്റ്ലാന്റിക് ബോട്ട് തീരത്തു നിന്നും പുറപ്പെട്ടു. പതിവ് പോലെ തീരത്തുള്ള പ്രദേശവാസികൾ ബോട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് വേവലാതിപ്പെട്ടു. കരയിൽ നിന്നും 300 മീറ്റർ പിന്നിട്ടപ്പോഴേക്കും ദുരന്തമുണ്ടായി. ബോട്ട് തലകീഴായി മറിഞ്ഞത് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ഇവര് ചെറിയ സാധനമായിട്ട് 50 ആളെ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ ഒരു സൈഡ് ഒക്കുറ്റിയാണ് പോയത്. ഒക്കുറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയല്, ചെരിഞ്ഞിട്ടാണ് പോയത്. ബാലൻസ് ഇല്ലാതെ ഒരു ഭാഗം ചെരിഞ്ഞിട്ടാണ് പോയത്. പിന്നെ ഇതേമാതിരി സാധാരണ ജനങ്ങളാണ്, ഓരിക്കും ചില എൻജോയ് ആണ്, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കൂ. അപ്പൊ അതിന്റെ ആ ബാലൻസ് വെച്ചിട്ട് മറിഞ്ഞു പോയതാണ്. അധികം വൈകാതെ ദുരന്തം പുറം ലോകം അറിഞ്ഞു. രക്ഷാപ്രവർത്തനത്തിന് ആദ്യമെത്തിയത് നാട്ടുകാർ, പിന്നാലെ ഫയർഫോഴ്സും NDRF സംഘവും. വെളിച്ചക്കുറവ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായെങ്കിലും പരമാവധി പേരുടെ ജീവൻ രക്ഷിക്കാനുള്ള അശ്രാന്ത പരിശ്രമം. ബോട്ടിന്റെ വശങ്ങൾ വെട്ടിപ്പൊളിച്ച ആളുകളെ പുറത്തെത്തിക്കാനായിരുന്നു ശ്രമം. സമീപത്തെ വീടുകളുടെ മതിലുകൾ പൊളിച്ച് ആംബുലൻസുകൾ സ്ഥലത്തെത്തിച്ചു. അപകടത്തിൽപ്പെട്ടവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. രാത്രി വൈകിയും തിരച്ചിൽ നടന്നു. പുലർച്ചെ 1 മണിയോടെ ബോട്ട് കരക്കടിപ്പിച്ചു. മരണസംഖ്യ സംബന്ധിച്ച് രാവിലെ കണക്കുകൾ സ്ഥിരീകരിച്ചെങ്കിലും എത്ര പേർ ബോട്ടിൽ കയറി എന്നതിൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വ്യക്തതയുണ്ടായിട്ടില്ല. അസാധാരണ സാഹചര്യങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചു. വെളിച്ചക്കുറവും പുഴയിലെ ഒഴുക്കുമെല്ലാം ഇതിൽപ്പെടുന്നു. അപകടം നടന്ന് ഇത്രയും മണിക്കൂർ പിന്നിടുമ്പോഴും അപകടത്തിന്റെ വ്യാപ്തി എത്രമാത്രമുണ്ടെന്ന് ഇപ്പോഴും പൂർണ്ണമായും മനസ്സിലായിട്ടില്ല. അഖിലോട്ട് പറയ്ക്കൊപ്പം CVN മൂത്ത്, ന്യൂസ് 18. പരപ്പനങ്ങാടി കുന്നുമ്മൽ കുടുംബത്തിലെ 11 പേരാണ് ബോട്ട് അപകടത്തിൽ മരിച്ചത്. വിവാഹ ചടങ്ങിന്റെ ഭാഗമാകാൻ കുടുംബ വീട്ടിൽ ഒത്തുചേർന്നവർ കുട്ടികളുടെ നിർബന്ധപ്രകാരമാണ് തൂവൽ തീരത്തേക്ക് പോയത്. നിറകണ്ണുകളോടെയാണ് ഈ നാട് പ്രിയപ്പെട്ടവരെ യാത്രയാക്കിയത്. എല്ലാം പോയി. എൻ്റെ കുട്ടികൾ 5 മണിക്ക് ഇവിടുന്ന് പോയതാണ്. ഓരോടി അയക്കൂല, എൻ്റെ ആൺകുട്ടികളെ കൂടി അയക്കൂല. പൂരി പറഞ്ഞു എൻ്റെ കുട്ടികളെ അയച്ചതാണ് 5 മണി. ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളിപ്പം വരുമെന്ന് പറഞ്ഞു അവര് പോയതാണ് മോളെ. പിന്നെ കേൾക്കുന്നത് ആംബുലൻസിൽ കൊണ്ടോണ്ടാ ഞാൻ കേട്ട്. ഞാനൊന്നും അറിയൂല. അലമുറയിടുന്ന ഈ അമ്മമാരുടെ കണ്ണുനീരിന് മുമ്പിൽ നിസ്സഹായരായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. താനൂർ ബോട്ടപകടം കുന്നുമ്മൽ കുടുംബത്തിന് നൽകിയ നഷ്ടം വാക്കുകൾക്ക് അതീതം. വിവാഹച്ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങവേ താനൂർ കുന്നുമ്മൽ സൈതലവിയുടെ കുടുംബ വീട്ടിൽ ഒത്തുചേർന്നതായിരുന്നു ഇവർ. സൈതലവി കുട്ടികളുടെ നിർബന്ധപ്രകാരം അവരെ തൂവൽ തീരത്തേക്ക് കൊണ്ടുപോയി. വീട്ടിൽ തിരിച്ചെത്തിയ സൈതലവി ഭാര്യയെ ഫോൺ ചെയ്തപ്പോൾ കേട്ടത് കൂട്ട നിലവിളി. ലൈഫ് ജാക്കറ്റ് പോലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊന്നും നിലവിൽ ബോട്ടിലുണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തി ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ തക്കതായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവേണ്ടതുണ്ട്. കാരണം ഇത്തരം സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ഇങ്ങനെ ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നടക്കുമ്പോൾ അത് കൃത്യമായി ഇനിയും ഇത്തരം അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കുന്നുമ്മൽ ജാബറിന്റെ ഭാര്യ ജൽസിയ, മകൻ ജരീർ, കുന്നുമ്മൽ സിറാജിന്റെ ഭാര്യ, മക്കളായ നൈറ, റുഷ്ദ, സഹറ, സൈതലവിയുടെ ഭാര്യ സീനത്ത്, മക്കളായ ഷംന, ഹസ്ന, സഫ്ന എന്നിവരാണ് മരിച്ചത്. 10 മാസം പ്രായമുള്ള സിറാജിന്റെ കുഞ്ഞും മരിച്ചു. പുതിയ വീടെന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് ഇവരുടെ മടക്കം.
പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച മൃതദേഹങ്ങൾക്ക് മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാനായില്ല. പ്രാർത്ഥനകൾക്ക് ശേഷം അരയൻ കടപ്പുറം ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിൽ ഇനി ഒരുമിച്ച് അന്ത്യവിശ്രമം. ആശ്വസിപ്പിക്കാനെത്തിയവർ പോലും വാക്കുകൾ കിട്ടാതെ വിങ്ങിപ്പൊട്ടുന്ന നൊമ്പര കാഴ്ചയാണ് ഇന്നിവിടെ കാണാനായത്. ഈ അപ്രതീക്ഷിത ദുരന്തത്തെ അതിജീവിക്കാൻ, അതിന്റെ മുറിവുണക്കാൻ ഇവർക്ക് കാലം കരുത്തു പകരട്ടെ. ക്യാമറമാൻ ഷാഫിയോടൊപ്പം പരപ്പനങ്ങാടിയിൽ നിന്ന് സുവി വിശ്വനാഥൻ, ന്യൂസ് 18. താനൂർ ബോട്ട് അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി. സാങ്കേതിക വിദഗ്ധരും അന്വേഷണ കമ്മീഷന്റെ ഭാഗമാകും. പോലീസിന്റെ സ്പെഷ്യൽ ടീമും അന്വേഷണം നടത്തും. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം നൽകാനും പ്രത്യേക മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മരിച്ചവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും എത്തി. അപകടം മനുഷ്യനിർമ്മിത ദുരന്തമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. താനൂരിലെ ബോട്ട് അപകടത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കലക്ടറും ജില്ലാ പോലീസ് മേധാവിയും ആലപ്പുഴ ചീഫ് പോർട്ട് സർവേയറും 10 ദിവസത്തിനകം വിശദീകരണം സമർപ്പിക്കാനും നിർദ്ദേശിച്ചു. മെയ് 19-ന് തിരൂരിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കെൽട്രോണിൽ ആദായനികുതി വകുപ്പ് പരിശോധന നടത്തി. രാവിലെ 10 മണിയോടെ ആരംഭിച്ച പരിശോധന വൈകിട്ട് വരെ നീണ്ടു. റോഡ് ക്യാമറയടക്കം കെൽട്രോൺ നടത്തിയ പദ്ധതികളുടെ രേഖകൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. റോഡ് ക്യാമറയുമായി ബന്ധപ്പെട്ട് മൺവിളയിലെ കെൽട്രോൺ ഓഫീസിലും പരിശോധന നടത്തും. പതിവ് പരിശോധനയാണ് നടന്നതെന്ന് കെൽട്രോൺ അധികൃതർ പറഞ്ഞു. കെൽട്രോൺ നടത്തുന്ന വലിയ ഇടപാടുകളുടെ രേഖകൾ ആദായനികുതി വകുപ്പ് സ്ഥിരമായി പരിശോധിക്കാറുണ്ട്. റോഡ് ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞതിനാൽ ആ രേഖകളും പരിശോധിച്ചതായും കെൽട്രോൺ വ്യക്തമാക്കി. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് ആവേശം. കർണാടകത്തിൽ ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. വാശിയേറിയ പ്രചാരണത്തിനാണ് സംസ്ഥാനം സാക്ഷിയായത്. 224 അംഗ നിയമസഭയിലേക്ക് മറ്റന്നാളാണ് വോട്ടെടുപ്പ്. ഒരു മാസത്തിലധികം നീണ്ടുനിന്ന പരസ്യപ്രചാരണത്തിന് ആവേശമൊട്ടും ചോരാതെ സമാപനം. അവസാനവട്ട വോട്ടുറപ്പിക്കൽ തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികളും അണികളും. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ബംഗളൂരു നഗരത്തിൽ റോഡ് ഷോ നടത്തി. ഗോവിന്ദ്രാജ് നഗർ, വിജയനഗർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടിയായിരുന്നു പ്രിയങ്കയുടെ റോഡ് ഷോ. Very confident, very confident. I mean, I don't know on what basis you're saying that. If you tell me the basis, I can respond to it. We are very confident and we are very hopeful. Unfortunately, I am not a predictor of numbers. I can only say that the response that we have got from the public, and as you heard in this very meeting, they want an end to corruption. This government has made itself known only by the epithet 40% Sarkara. That is not something a government should be known for. സിറ്റിംഗ് സീറ്റായ ഷിഗ്ഗാവി മണ്ഡലത്തിലെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണ തിരക്കിലായിരുന്നു
മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ. തട്ടകമായി ശിക്കാരിപുരിയിൽ മത്സരിക്കുന്ന മകൻ BY വിജയേന്ദ്രയുടെ റോഡ് ഷോയിൽ മുൻ മുഖ്യമന്ത്രി BS യെഡിയൂരപ്പയും അണിചേർന്നു. We are going to win more than 130 seats and we are going to form the government without anybody's support. And next Lok Sabha election also we are going to win more than 25 seats. And Modi ji and Amit Shah is touring in the state like anything because of all their support and Bommai's government performance. And we are going to win more than 130 to 135 seats. PCC അധ്യക്ഷൻ DK ശിവകുമാർ സ്വന്തം മണ്ഡലമായ കനകപുരിയിലെത്തിയപ്പോൾ ഗുണ്ടൽപേട്ടിലെ സ്ഥാനാർത്ഥിക്ക് വോട്ട് തേടിയായിരുന്നു സിദ്ധരാമയ്യയുടെ പ്രചാരണം. അവസാന നിമിഷത്തെ തന്ത്രങ്ങൾ ചർച്ച ചെയ്യാൻ ആഭ്യന്തരമന്ത്രി അമിത് ഷാ സംസ്ഥാന നേതാക്കളുമായി ബംഗളൂരുവിൽ കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങിയവർ BJPക്കായി പ്രചാരണം നയിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസിനായി പ്രചാരണത്തിൽ സജീവമായിരുന്നു. വിവിധ വിഷയങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു ഒരു മാസത്തിലധികം നീണ്ടുനിന്ന പരസ്യ പ്രചാരണം. BJPയും കോൺഗ്രസും JDSും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു കക്ഷിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമോ എന്നാണ് ഉയരുന്ന ചോദ്യം. അല്ലെങ്കിൽ കർണാടക മുൻകാലങ്ങളിലേതുപോലെ വീണ്ടും റിസോർട്ട് രാഷ്ട്രീയത്തിന് വേദിയായേക്കും. വിധാൻ സൗദയ്ക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം ER രാഗേഷ്, News 18. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസ്ക് മാനേജ്മെന്റ് ഇന്ത്യ അഫിലിയേറ്റ് റിലയൻസ് ജിയോയുമായി ധാരണാപത്രം ഒപ്പുവച്ചു. 140-ലധികം രാജ്യങ്ങളിലായി IRM യോഗ്യത നിയന്ത്രിക്കുന്ന ലോകത്തെ മുൻനിര പ്രൊഫഷണൽ സ്ഥാപനമാണ് IRM. റിലയൻസ് ജിയോ IRM ഇന്ത്യ അഫിലിയേഷനുമായി ചേർന്ന് വെബിനാറുകൾ, ചർച്ചകൾ, വ്യവസായ സമ്മേളനങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. IRMനൊപ്പം ആഗോള ചിന്താ നേതൃത്വത്തെ നയിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് റിലയൻസ് ജിയോ റിസ്ക് മാനേജ്മെന്റ് മേധാവി സച്ചിൻ മുത്ത പറഞ്ഞു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ.